നമ്മുടെ പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഹൈ ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഡിവൈസായ വെന്റിലേറ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ലൈഫ് സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. സ്വയം ശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെന്റിലേറ്റേഴ്സ് ഉണ്ട്. സോ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ തൊട്ട് അത്യാവശ്യം ബ്രീത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ബ്രീത്തിങ് കേപ്പബിലിറ്റി കുറവായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള പല പല ആൾക്കാർക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ. വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത് മെയിൻലി 3 മോഡ്സിലാണ്. ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ മാൻഡറ്ററി മോഡാണ്. അതായത് ഒട്ടും പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല, കംപ്ലീറ്റ്ലി മെഷീൻ ആയിരിക്കും ആ പേഷ്യന്റ് ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്പോണ്ടേനിയസ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ, അതായത് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ബ്രീത്ത് ചെയ്യുന്ന അളവ് കുറവാണ്, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുമ്പോൾ എടുക്കുന്ന എയർ കുറവാണ്. സോ അപ്പം മെഷീൻ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യും ആ ഒരു ലങ് കപ്പാസിറ്റി എത്താൻ വേണ്ടിയിട്ട്, ആ പേഷ്യന്റ് ആവശ്യമുള്ള ഓക്സിജൻ ലെവൽ ബോഡിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന മോഡാണ് സ്പോണ്ടേനിയസ് ബ്രീത്തിങ്. പിന്നെ ഉള്ളത് SIME എന്ന് പറഞ്ഞ സിങ്ക്രണൈസ്ഡ് ഇന്റർമീഡിയറ്റ് മാൻഡറ്ററി വെന്റിലേഷൻ മോഡ്. ഇത് മാൻഡറ്ററി മോഡിന്റെയും പിന്നെ അതുപോലെ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് മോഡ് കൂടെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ളൊരു മോഡാണ്. ഇതിൽ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്ന ടൈമിൽ, ഇനിഷ്യേറ്റ് ചെയ്യുന്ന ടൈമിൽ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് പോലെ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഇത് വരുമ്പം കംപ്ലീറ്റ്ലി മാൻഡറ്ററി ആയിട്ട് മെഷീൻ തന്നെ ഫുള്ളി സപ്പോർട്ട് കൊടുക്കും. അങ്ങനെയുള്ള 3 മോഡിലാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്.